ഇന്ന് ഏറ്റവും അധികം ആളുകൾ കേൾക്കുന്ന വാർത്തകളിലൊന്ന് PM ശ്രീ വിവാദമാണ്. എന്താണ് PM ശ്രീ? PM ശ്രീ എന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇന്ത്യയിലെ നിലവിലുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം, നവീകരണം, ഗുണനിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഇത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് പുതിയതും ആധുനികവുമായ സൗകര്യങ്ങൾ ഒരുക്കുക, 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒരു സ്കൂളിൽ മാതൃകാപരമായി നടപ്പിലാക്കുക, രാജ്യത്തെ മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാകാവുന്ന തരത്തിൽ ഇവയെ വികസിപ്പിക്കുക. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള സ്കൂളുകളെ തെരഞ്ഞെടുത്ത് അവയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ഫണ്ട് നൽകി സമഗ്രമായി വികസിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. 2022-23 മുതൽ 2026-27 വരെയുള്ള 5 വർഷങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 തരത്തിലുള്ള വിവാദങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം അനുസരിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകൾ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായും നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പാഠ്യപദ്ധതിയെയും ബാധിക്കുമെന്നും സ്കൂളുകളുടെ സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാകുമെന്നും പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് കേരളം, ആശങ്കപ്പെട്ടിരുന്നു. ENP 2020 വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കാനും, അതായത് സാംസ്കാരികവും രാഷ്ട്രീയപരവുമായ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ, ചരിത്രബോധം വികലമാക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് CPI പോലുള്ള ഇടത് പാർട്ടികൾ ആരോപിച്ചിരുന്നു. ഭാരതീയ വിജ്ഞാന സമ്പ്രദായം പോലുള്ളവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമാണ് എന്നും വിമർശനം ഉയർന്നിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ചേരാത്തതിനാൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് ലഭിക്കേണ്ട സമഗ്ര ശിക്ഷ കേരളയുടെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഏകദേശം 1500 കോടി രൂപ തടഞ്ഞുവെച്ചു. ഈ ഫണ്ട് നേടിയെടുക്കുന്നതിനായി CPM നേതൃത്വം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും ഒടുവിൽ PM ശ്രീയിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ CPI ഈ നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു. മുന്നണി മര്യാദകൾ ലംഘിച്ച് മന്ത്രിസഭാ യോഗത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യാതെയാണ് ഈ തീരുമാനം എടുത്തത് എന്നും CPI ആരോപിച്ചിരുന്നു. ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI ഈ തീരുമാനത്തോടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എതിരാണ് പാർട്ടിയെന്നും സാമ്പത്തിക കാര്യങ്ങൾക്കായി വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കുന്നത് ഇടതുപക്ഷ നിലപാടിന് വിരുദ്ധമാണ് എന്നും CPI വ്യക്തമാക്കുന്നു. എന്നാൽ തടഞ്ഞുവെച്ച കേന്ദ്ര ഫണ്ടുകൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ തീരുമാനം മാത്രമാണ് ഇതെന്നാണ് CPM നേതൃത്വത്തിന്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും വിശദീകരണം. പദ്ധതിയിൽ ചേരുന്നതിനുള്ള ധാരണാപത്രം ഒപ്പിട്ടത് മന്ത്രിസഭാ യോഗത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെയും മുന്നണിയിലെ പ്രധാന കക്ഷികളെ അറിയിക്കാതെയുമാണ് എന്ന് CPI ആരോപിക്കുന്നു. ഇത് ഇടതുമുന്നണി മര്യാദ ലംഘനമാണ് എന്നും CPI നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ പദ്ധതിയിൽ ചേരേണ്ടി വന്ന കേരള സർക്കാരിന്റെ തന്ത്രപരമായ നീക്കവും ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നതിലെ രാഷ്ട്രീയപരമായ വിട്ടുവീഴ്ചയും അതിനെ തുടർന്നുണ്ടായ മുന്നണിയിലെ തർക്കങ്ങളുമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന വിവാദങ്ങൾ. അതേസമയം കേരളം പദ്ധതിയിൽ പങ്കാളിയായതിനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു പ്രധാന നാഴികക്കല്ല് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസ രീതി പരിവർത്തനം ചെയ്യുന്നതിനും മികച്ച കേന്ദ്രങ്ങളാക്കി സ്കൂളുകളെ വികസിപ്പിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്നതാണ്. പദ്ധതിയിൽ ചേരുന്നതിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ആധുനികവൽക്കരണം സാധ്യമാകുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയിരിക്കുന്നു. പദ്ധതിയിൽ കാവ്യവൽക്കരണം ഇല്ല എന്ന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനം ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ തടഞ്ഞുവെച്ച 1500 കോടി രൂപയോളം ഉടൻ അനുവദിക്കുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയിട്ടുണ്ട്.